നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്ത് തരം വേദനയും നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലും രാത്രി മാത്രം കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു തരാം. പ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പകൽ നമ്മൾ കുറച്ച് തിരക്കിലായിരിക്കും. നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, നമ്മൾ പലരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ പല ജോലികളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഡിസ്ട്രാക്ഷൻസ് വളരെ കൂടുതലാണ്. സോ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പെയിൻ തിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് പെയിൻ അധികം അറിയുന്നില്ല. കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നീർക്കെട്ട് കുറയ്ക്കുവാനായിട്ട് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഈ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം രാത്രി സമയങ്ങളിൽ വളരെ കുറവായിരിക്കും. അത് കാരണം കൊണ്ട് നീർക്കെട്ട് കുറയാതിരിക്കുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യും. ബോഡി പൊസിഷൻ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പല പൊസിഷനിലായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന കൂടാൻ സാഹചര്യം ഒരുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ജോയിൻസിലാണ് പെയിൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻറ്റ്സ് കുറേ നേരം അനങ്ങാതെ വെച്ച് കിടക്കുന്ന സമയത്ത് അത് സ്റ്റിഫാവും. അപ്പോൾ സ്റ്റിഫ്നെസ്സിൻ്റെതായ ഒരു പെയിനും നമുക്ക് അനുഭവപ്പെടും. ഇനി അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷനാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ സയാറ്റിക്ക പോലെയുള്ള കണ്ടീഷൻസ് അത് വേഴ്സ്റ്റ് ആക്കുള്ളൂ. സയാറ്റിക്ക പെയിൻ കൂടുതലായിട്ടുള്ള പോലെ തോന്നും. ടെമ്പറേച്ചർ ചേഞ്ചസ്, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജോയിൻസിലുണ്ടാകുന്ന ആർത്രൈറ്റിസ്, അതായത് തേയ്മാനം അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ പോലെയുള്ള കണ്ടീഷൻസിൽ രാത്രി കാലങ്ങളിൽ വേദന കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. നാച്ചുറലായിട്ടുള്ള എൻഡോർഫിൻ, എൻകെഫലിൻ എന്ന പോലുള്ള പെയിൻ കില്ലേഴ്സ് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ വേദനയെ കുറയ്ക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെയിൻ കില്ലേഴ്സ് പകൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്താണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അനങ്ങാതെ കിടക്കുന്ന സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവായതിനാൽ ഈ പെയിൻ കില്ലേഴ്സ് ഉൽപ്പാദനം കുറയുന്നു. അങ്ങനെ വരുമ്പോഴും നമുക്ക് പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടാം. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള സൈക്കോളജിക്കൽ എഫക്ട്സിനെ പെയിൻ പെർസെപ്ഷനെ ആംപ്ലിഫൈ ചെയ്യുള്ളൂ. അതുപോലെ ഓവർ തിങ്കിങ്ങും വെറി ചെയ്യുന്നതൊക്കെ ആ സമയത്തുള്ള ഡിസ്കംഫർട്ട് എന്താണോ അത് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ പെയിനാണ് നമ്മുടെ രാത്രി സമയങ്ങളിലെ ഡിസ്കംഫർട്ടെങ്കിൽ ഈ ഒരുപാട് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയും പോലെ വിഷമിക്കുന്നതൊക്കെ വേദന കൂട്ടുവാനായിട്ട് സഹായിക്കും. ഇതിൽ ഏറ്റവും പ്രശ്നം അതുപോലെ തന്നെ തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വേദന കൂടും. വേദന കൂടിക്കഴിഞ്ഞാൽ ഉറക്കം ശരിയാവില്ല. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വേദന കൂടും. ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വേദന കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെങ്ങാനും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി.